ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു വിശേഷം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്ത ട്രിപ്പ് പോവാണ്, അടുത്ത് അൽബേനിയയിലേക്കാണ്. അതെ, ഞങ്ങളിപ്പോൾ തിരാന എയർപോർട്ടിലേക്ക് ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാൻസ്റ്റഡ് എത്തി. സ്റ്റാൻസ്റ്റഡ് ചെക്കിനൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അങ്ങനെ എത്ര മണിക്കാണ്? 5:55 ഫ്ലൈറ്റ്. അതെ, ഫ്ലൈറ്റ് 5:55. ഇനി ഒരു 1 more hour കൂടെ ഉണ്ട് ഫ്ലൈറ്റിന്. അപ്പോൾ ഞങ്ങളിതാ ചെക്കിനൊക്കെ രണ്ട് കൺട്രി ഉണ്ട്, അൽബേനിയയും മോണ്ടിനെഗ്രോയും ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. അത് ഞാൻ എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ലണ്ടൻ മലയാള ഫാമിലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറുന്ന ടൈമിൽ നിങ്ങൾ പോയി ഞാൻ ചെറിയ കൊച്ചു എന്താണ് പാക്കിങ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഫുട്ടേജൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഫൈനൽ മിനിറ്റ് പാക്കിങ്ങിലാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഇപ്പോൾ 11:55 ആയി. 12 o'clock ആവാൻ പോകുന്നു. അപ്പം ഉറങ്ങിയിട്ടില്ല ഇതുവരെ. ആക്ച്വലി പാക്കിങ് ഓൾമോസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങൾ ഇന്നാണ് ആക്ച്വലി പാക്കിങ് തുടങ്ങിയത് തന്നെ, ഈവനിങ് ഒരു 7 ഒക്കെ ആയപ്പോഴത്തേനും. അപ്പോൾ ഐസുവിനുള്ളത് എല്ലാ പ്രാവശ്യവും ഞാൻ കാണിക്കുന്നതാണല്ലോ പാക്കിങ്, അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇസുവിന് തന്നെ നമ്മൾ ഈ ബാഗിലാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എൻ്റെ ബാഗ്, ഷാനുവിൻ്റെ ബാഗ് ഓൾറെഡി സെറ്റാണ്. ഇനി പെട്ടെന്ന് ഇസുവിനെ ഞാൻ ഡ്രസ്സ് ചെയ്യിച്ച് ഇസുവിന് ഞാൻ ബാക്കി ബെഡൊക്കെ ഇവിടെ ഫുൾ മെസ്സായി കിടക്കും. ഇസുവിൻ്റെ ബെഡ് അവിടെ ഞാൻ പെട്ടെന്നൊന്ന് സെറ്റാക്കി. ബാക്കിയൊക്കെ ബെഡൊക്കെ എനിക്കൊന്ന് സെറ്റ് ചെയ്യണം. അപ്പം ഇസുവിനെ പെട്ടെന്ന് ഒരു ഡ്രസ്സ് ഇടിപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം, പാമ്പിയൊക്കെ ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് മിൽക്ക് കൊടുത്തിട്ട് അവളെ കിടത്താനുള്ള പരിപാടി. ഈ ഡ്രസ്സാണ് കേട്ടോ. ഇസു എയർപോർട്ടിൽ സിമ്പിളായിട്ട് അവൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ജേണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ ഇപ്പോഴേ അവളെ ഇട്ട് കിടത്താനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അവൾ പാല് പിടിച്ച് നന്നായിട്ട് ഉറങ്ങട്ടെ. ഒരു 3:30 ആകുമ്പോൾ 3:15 ആകുമ്പോൾ നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്യണം. 5:50 ആണ് കേട്ടോ ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഇസുവിനെ പെട്ടെന്ന് ഞാൻ കിടത്തി ഉറക്കട്ടെ. ഞങ്ങളുടെ ഉറക്കമൊക്കെ ഇന്നിനി കണക്കായിരിക്കും എന്തായാലും. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ട്രിപ്പ് പോകുന്നതിൻ്റെ തലേ ദിവസം എക്സൈറ്റ്മെൻറ്റ് മോഡ് മുകളിൽ ഭയങ്കരമായിട്ട് ഉറക്കമൊന്നും അങ്ങനെ നടക്കാറില്ല. പക്ഷേ ഞങ്ങളത് ഭയങ്കര എൻജോയ് ചെയ്യാറുണ്ട്. അതുകൊണ്ടെല്ലാം ഓക്കെയാണ്. കാരണം ഓൺലൈൻ ചെക്കിൻ ഞങ്ങൾ ചെയ്തു. അപ്പം എല്ലാം ചെക്കിനൊക്കെ കഴിഞ്ഞ് ഇനി ഇമിഗ്രേഷനൊക്കെ ക്ലിയർ ആയിട്ട് ഫ്ലൈറ്റിൽ കയറുമ്പോഴാണ് നമ്മൾ ഒന്ന് റിലാക്സ് ആവുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇതായിരിക്കും. എനിവേ ദാറ്റ്സ് ഫൈൻ. അപ്പോൾ ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. അങ്ങനെന്താ ഷാനും കിടന്നു. ഇസു എന്താ മിൽക്ക് കുടിച്ച് ഉറങ്ങാനുള്ള പരിപാടിയിലാണ്. ഞാൻ ആ ഡ്രസ്സ് ഇടിയിച്ച് അവളെ അങ്ങ് കിടത്തി. അപ്പോൾ ഇനി ഞാനും ഒന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ. എന്നിട്ട് രാവിലെ കാണാം ബാക്കി വിശേഷങ്ങളിലേക്ക്. 3 o'clock ആയിട്ടോ. അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഇനി എന്താ നമുക്ക് പിന്നെയുള്ളത്? ഇസുവിന് പാമ്പ് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കണം. അതെ, ഉറക്കമൊന്നും ഞാൻ ഒട്ടും ഉറങ്ങിയില്ല. ഷാന് കുറച്ച് ഉറങ്ങി. ഒരു മണിക്കൂർ ഷാനിതാ മിൽക്ക് എടുക്കാനായിട്ട് താഴോട്ട് പോകുന്നു. മിൽക്ക് എടുത്ത് സെറ്റ് ചെയ്യുമ്പോഴേക്കും ഞാൻ ഇസുവിൻ്റെ പാമ്പി പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് അവളെ എടുത്ത് ഇറങ്ങട്ടെ. ഞങ്ങൾ വേണ്ട നല്ല ഉറക്കാട്ടോ ആശാട്ടി. പിടിച്ച് നിർത്തിക്കണ്ട. എവിടെ പോന്നി? Where we going? ഇരുട്ടാ ഫുൾ ഇരുട്ടാ. ഇരുട്ടാണാടാ. എവിടെ പോന്നി? തണുക്കുന്ന അപ്പോൾ ഓക്കെ. അസ്സലാമു അലൈക്കും. അപ്പോൾ നിങ്ങൾ പറയത്തൂലേ? ഇസു അക്കുച്ചിക്ക് ഒരു ഉമ്മ ഓട്, ടാറ്റ ഓട്, ഹൈഫൈ ഓടു, ഹഗ് ഓട്. ഇതാട്ടോ ഞാൻ പറഞ്ഞ സർപ്രൈസ്. ഇപ്രാവശ്യം ട്രിപ്പിന് ഉമ്മായും കൂടെ ഉണ്ട് നമ്മളെ കൂടെ. ഉമ്മ എക്സൈറ്റഡ് ആണോ? അമ്മ എക്സൈറ്റഡ്. ഇസു ഓൾ സെറ്റ്. ഇസുവിനെ ഉറക്കിയാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇസു വണ്ടി കയറിയപ്പോഴേ ഉണർന്ന്. ഷാനു എക്സൈറ്റഡ്? പിന്നല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെക്ക് ഇൻ ചെയ്ത്
ഇനി ബാക്കിയുള്ള എയർപോർട്ടിൽ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ ഞാൻ അത് കാണിക്കാം, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറിയിട്ട് കാണാം കേട്ടോ. ഞങ്ങൾ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴത്തേന് ഹാൻഡ് ബാഗേജ് മാത്രമാണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളിത് ഇങ്ങനെ ഒരു ബാഗ് വാങ്ങി. ഇതിനകത്തും അതുപോലെ ഹാൻഡ് ബാഗേജാണ്, പക്ഷേ ഇതിനകത്ത് ഈ ഒരു ഓപ്ഷനും കൂടെ ഉള്ളത് ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ. ഉമ്മടയിലും അതായിരിക്കുന്നത്, ഭയങ്കര സ്മൂത്തായിട്ട് കൊണ്ടുപോകാം. ഇതുപോലെ ഹാൻഡ് ബാഗേജ് മാത്രമായിട്ട് നമ്മളിങ്ങനെ ബാക്ക് പാക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര സ്മൂത്ത്. ഈ പ്രാവശ്യം ഭയങ്കര ഒരു ഹാസിൽ ഫ്രീ ആണ് കേട്ടോ. ഇത്രയും നേരമായിട്ടും ഭയങ്കര രസമായിട്ടാണ് പോകുന്നത്. ഇത് ഞങ്ങൾ പ്രൈമാർക്കിൽ നിന്നാട്ടോ വാങ്ങിയത്. ഇത് ഭയങ്കര അത്ര കോസ്റ്റ്ലി ആയിരുന്നില്ല. എത്രയായിരുന്നു ഇതിന്? 20-25 പൗണ്ടിനകത്ത് ആണ് കേട്ടോ ഇതിൻ്റെ കോസ്റ്റ്. പക്ഷേ നല്ല ഭയങ്കര ഒരു ഹാസിൽ ഫ്രീ ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം ശരിക്കും. ഉമ്മായി നല്ല കംഫർട്ടബിൾ ആയിട്ട് കേട്ടോ അതുമായിട്ട് വരുന്നത്. അപ്പോൾ എടുക്കേണ്ട, എല്ലാവരുമായിട്ട് ഫാമിലിയായിട്ട് ട്രാവൽ ചെയ്യുമ്പോഴത്തേന് ഇത് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോ കേട്ടോ. നല്ല റെക്കമെൻഡേഷനാണ്. അങ്ങനെ ഞങ്ങളിതാ എല്ലാം കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങളിതാ ഫ്ലൈറ്റിൽ കയറി. ആരും ഇല്ലായിരുന്നു കേട്ടോ ഈ സീറ്റിൻ്റെ അടുത്ത്. അങ്ങനെ ഷാനു ഞങ്ങൾ ഒരുമിച്ച് ഉറങ്ങണ്ടേ? നിനക്ക് ഉറങ്ങണ്ടേന്ന് ഉറങ്ങണ്ടേ? ഇസു പ്ലെയിനെ കണ്ടോ? പ്ലെയിൻ കണ്ടോ ഇസു? പ്ലെയിൻ കണ്ടോ? ഇല്ലേ? ഉമ്മച്ചി ഇവിടെ ഉണ്ട് കേട്ടോ. ഉമ്മച്ചി ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ഇവിടെ ഉമ്മച്ചി ഇരിപ്പുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ലാൻഡ് ചെയ്യാറായി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ. അതായത് കുറച്ച് മുന്നേ ഈസു ഉറങ്ങുന്നതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഫുള്ള് എന്താ പറയുക, ഒരു സെറ്റ് ഓഫ് മൗണ്ടൈൻസ് ഇങ്ങനെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. ഇപ്പോഴും നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ. വെതർ കണ്ടിട്ട് നല്ല ഞാൻ തോന്നുന്നു. കുറച്ച് സണ്ണി ആയിട്ടുള്ള വെതറായിട്ട് കാണുന്നത്. എന്തായാലും നമുക്ക് ലാൻഡ് ചെയ്യുമ്പോൾ അറിയാം. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഷാന് നന്നായിട്ടൊരു ഉറക്കം കഴിഞ്ഞ്, ഈസു ഒരു ഉറക്കം കഴിഞ്ഞ്, ഞാനത് ചെറുതായിട്ട് മയങ്ങി. ഉറങ്ങി വഹിച്ചു. ഓയ് നല്ല രസമാണ്. അരമണിക്കൂറിൽ എന്തായാലും നമ്മൾ ലാൻഡ് ചെയ്യും. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? അത് കണ്ടോ? അത് മൗണ്ടെയിൻസും മറ്റേത് ഫുള്ള് ഇങ്ങനെ വാട്ടറായിട്ട് ചുറ്റിനും വാട്ടറാണ് കാണുന്നത്. ആ മൗണ്ടെയിൻസിനകത്തായിട്ട് ഭയങ്കര രസമുള്ളൊരു വ്യൂ ആട്ടോ. ഭയങ്കര രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ വീഡിയോയിൽ അത്ര നന്നായിട്ട് കിട്ടുന്നില്ല. പക്ഷേ മൗണ്ടെയിൻസ് പെയിനാ? ഇസിന് ഗുഡ് മോർണിംഗ് പെയിനിലാണോ ഇസു? ഞാൻ എപ്പോഴും നോട്ടീസ് ചെയ്യുന്നൊരു കാര്യമായിട്ടോ, ഫ്ലൈറ്റ് ജേർണി ഓൾമോസ്റ്റ് കഴിയുമ്പോഴത്തേന് സ്കിന്നൊക്കെ അങ്ങ് നല്ല ഡ്രൈ ആവും. ഇസുവിൻ്റെ സ്കിന്നൊക്കെ ഡ്രൈ ആയി. ഇനി ഫേസൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് സെറ്റ് ചെയ്യണം. ഷാനു ലാൻഡ് ചെയ്യാറ എനിക്ക് ഉറങ്ങണോ? കുറേ നേരം കൊണ്ട് ഇവിടെ നിൽക്കുവാന്ന് തോന്നുന്നു ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് അതെ, അവർ ഇറങ്ങാനുള്ള ഇത് നോക്കുമായിരിക്കും. എന്തിനു പറഞ്ഞു? ആരുക്കള് ആര് പോയി? ഐസു ഫ്ലൈറ്റിൽ നിന്ന് താഴോട്ട് ഐസുവിനെ നോക്കിയിട്ട് പറയാ, ഐസു ഐസു എന്ത് പറഞ്ഞ നീ? എന്ത് പറഞ്ഞത് നീ? എന്ത് പറഞ്ഞു മോളെ? ഐസായി വിളിക്കുന്ന വിളിക്കും. ഐസു പറയുവാണ് ഐസു പോയി. എന്താക്കിയത് ഐസു? എങ്ങനെ പറഞ്ഞത്? താഴോട്ട് നോക്കിയിട്ട് പറഞ്ഞു ഐസു പോയി. എന്താ പറഞ്ഞ ഐസ? ഒന്നുകൊണ്ട് പറഞ്ഞു ഐസ മോള് പറഞ്ഞത്. ഐസ എവിടെ? ഐസ എവിടെയെന്ന് പറ. ആക്ച്വലി അവർ വന്നിട്ടില്ല കേട്ടോ. ആച്ചു ഫാരിസും ഐസും ഇല്ല ട്രിപ്പിൽ. അവർ ആക്ച്വലി വരണമായിരുന്നു, ലീവ് ശരിയായില്ല. അവരിനി സർപ്രൈസ് വല്ലതൊന്നും വരുന്നതെന്ന് അറിയില്ല. ഫാരിസ് നമ്മൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തത്. പിന്നെ നമ്മളെല്ലാവരും കൂടി ആക്ച്വലി ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പക്ഷേ അവരുടെ രണ്ടുപേരുടെ ലീവ്
ചെന്ന് കടലിൽ ചേരുന്ന കണ്ടോ? ഞാൻ ശരിക്കും പഠിച്ചിട്ടല്ലേ ഉള്ളൂ. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ. അങ്ങനെ ഞങ്ങളിതാ വന്ന് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ബാഗേജ് മീൻസ് സ്ട്രോളറും പിന്നെ കാർ സീറ്റൊക്കെ നമ്മൾ ഇതിനകത്ത് വിട്ടായിരുന്നല്ലോ ലഗേജിൽ. അങ്ങനെ അതൊക്കെ ഇതാ കളക്ട് ചെയ്ത് ഇറങ്ങി ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ പോയി ഫ്രഷ് ആയില്ല. ഇനി പുറത്തിറങ്ങിയിട്ട് ഫ്രഷ് ആവണം. ഷാനുവിൻ്റെ പുതിയൊരു ടെക്നിക്ക് കണ്ടോ? കണ്ട കാർ സീറ്റ്, ഞങ്ങൾ കാർ സീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. കാർ സീറ്റൊക്കെ ഇതാ സ്ട്രോളറിൻ്റെ ബാക്കിൽ. ഒരു രക്ഷയല്ല മോനെ, ബുദ്ധി. നമുക്ക് പോയിട്ട് കാറ് റെൻറ്റിന് എടുക്കാനുണ്ട്. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഹെഡ്സ് എന്ന് പറഞ്ഞ കമ്പനി. ഹെഡ്സ്, അവിസ് അതൊക്കെ നല്ല. പിന്നെ ഇവിടെ കുറേ കമ്പനീസ് ഉണ്ട്, കുറേ കാറിൻ്റെ റെൻ്റൽ കമ്പനീസ് ഉണ്ട് പുറത്ത്. നമുക്ക് എയർപോർട്ടിൽ നിന്ന് എടുത്തിട്ട് എയർപോർട്ടിൽ നിന്ന് എടുത്ത് പോകുന്നതല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടാക്സിയുടെ പൈസയൊക്കെ എക്സ്ട്രാ കൊടുക്കണ്ടല്ലോ. ഞാൻ 2-3 വ്ലോഗിലൊക്കെ ഞാൻ കണ്ടതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോയിട്ട് നോക്കാം. പ്ലം കഴിക്കുകയാണോ ഇസു? ആണോ? അപ്പോൾ വെൽക്കം ടു തിരാന. അല്ല, വെൽക്കം ടു അൽബേനിയല്ലേ ഒരാൾ. ഞങ്ങൾ ഇതാ ഇവിടെ ഹേർട്സിൽ വന്നിട്ട് അല്ലേ വണ്ടി എടുക്കാൻ. അപ്പോൾ പ്രൊസീജിയർ വേറെ എന്തെങ്കിലും കൊടുത്തോ? ഇല്ല, ക്രെഡിറ്റ് കാർഡും ഇതൊക്കെ പാസ്പോർട്ടും ഡ്രൈവിംഗ് ലൈസൻസൊക്കെ കൊടുത്തു. അപ്പോൾ അവർ അപ്ഗ്രേഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ മാനുവലാണ് ഉള്ളത്. ഓട്ടോമാറ്റിക് മതി. കാരണം കുറേ നാൾ ഓട്ടോമാറ്റിക് ഡ്രൈവ് ചെയ്ത്. അതെ, അപ്പോൾ നോക്കാനായിട്ട് പോയിട്ടുണ്ടായി. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. ആക്ച്വലി ഫ്ലൈറ്റ് ഒരു 1.5 hour ഡിലേ ആയിരുന്നു. നമ്മൾ എത്ര മണിക്ക് ആക്ച്വലി എത്തേണ്ടത്? 9 o'clock അല്ലേ? നമ്മൾ 8:30 എത്തേണ്ടതായിരുന്നു. 10:30 എത്തി. 10:30 അല്ല 10 o'clock. 10:30 10:30 ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. ഒരു 1.5 hour ഡിലേ വന്നു ഫ്ലൈറ്റിന്. ഞങ്ങൾ വണ്ടിയൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് കുറച്ച് വെള്ളവും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ഇതാ ഇവിടെ ഒരു ഹൈപ്പർ മാർട്ട് കണ്ടതാ ഇങ്ങോട്ടേക്ക് വന്നു. ഞങ്ങൾ 1-2 ഷോപ്പിലൊക്കെ കയറി കേട്ടോ. പക്ഷേ അവിടെ എല്ലാം അവർ കാർഡ് എടുക്കത്തില്ല, അക്സെപ്റ്റഡ് അല്ല. ക്യാഷ് എടുക്കണം. ക്യാഷ് എടുക്കാൻ ഒരു ATM പോയി ആ ATM വർക്കിംഗ് അല്ല. സോ ഇനി ഇതിനകത്തൊരു ATM കാണിക്കുന്നുണ്ട്. നോക്കിയിട്ട് ഇവിടെ നിന്ന് കുറച്ച് വെള്ളവും കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് കയറുക. ഇവിടെ ഈ ATM എന്തായാലും വർക്കിംഗ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ എന്താ ഞങ്ങൾ വണ്ടി കിട്ടി. പിന്നെ മോളിൽ കയറി കുറച്ച് വെള്ളവും പിന്നെ വേറൊരു ഷോപ്പിൽ പോയി അവിടെ നിന്ന് കുറച്ച് നട്ട്സും ചോക്ലേറ്റൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് വേറൊരു ഷോപ്പിൽ വന്ന് അവിടെ നിന്ന് ഇപ്പം കുറച്ച് ഫ്രൂട്ട്സും ഡേറ്റ്സും ഒക്കെ വാങ്ങി വെച്ചു. അപ്പോഴേക്ക് ആശാട്ടി അവിടെ ഉറക്കമായി. അവൾ 1-2 ക്യാഷൊക്കെ കഴിച്ച്. ഞങ്ങൾ ആരും ഫുഡ് കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കണം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ഫ്രണ്ടിൽ കാണാൻ നല്ല അടിപൊളി മൗണ്ടെയിൻസ്. ഇങ്ങനെ ഇവിടെ വിൻ്റർ ആകുമ്പോൾ ഈ കാണുന്ന മൗണ്ടെയിൻസ് എല്ലാം മറ്റേ എന്താണ് സ്നോ ആയിരിക്കും. ഫുള്ള് വൈറ്റിഷ് ആയിട്ടായിരിക്കും ഉണ്ടാവുക ഇവിടെ. അതെ, അൽബേനിയ എനിക്കൊന്നൊരു November December സീസൺ ആകുമ്പോൾ ഇത് ഫുള്ള് മഞ്ഞാണ്. ഇവിടെ മറ്റേ സ്കേറ്റിങ് ഫുള്ള് 6 month മാത്രമേ ഉള്ളൂ ഇവിടെ ടൂറിസം. എന്ന് വെച്ചാൽ മഞ്ഞെന്ന് പറഞ്ഞാൽ അസഹനീയമായ മഞ്ഞാണ്. അങ്ങനെ ഒരു ഇതാണ്. പക്ഷെ ഭയങ്കര അഗെയിൻ വി ആർ സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദ വെതർ. അടിപൊളി വെതറാണ്. നമ്മൾ വന്ന് അടിപൊളി. പിന്നെ നല്ല റോഡല്ലേ, നല്ല റോഡ് നല്ല സുഖം. ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഡ്രൈവാണ് ഇവിടെ. അതായത് ദുബായിലൊക്കെ ഉള്ള പോലെ. അതെ, GCC കൺട്രീസിലൊക്കെ ഫോളോ ചെയ്യുന്ന കണക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. ഷാനു കുറച്ച് എനിക്കൊന്ന് 1 year ശേഷമായിരിക്കുമല്ലോ ഈ ലെഫ്റ്റ് ഹാൻഡ് ഒന്ന് ചെറുതായിട്ടെങ്കിലും എടുക്കുന്നത്. അതെ, ചെറുതായിട്ടൊന്ന് അടിച്ച്. പക്ഷെ കുഴപ്പമില്ലെന്നോ. ശ്രദ്ധിക്കണം, കാരണം നമ്മൾ സിഗ്നലിലൊക്കെ ടേൺ എടുക്കുമ്പോഴൊക്കെ റോങ് വേ കയറാതൊക്കെ അതിന്റെ പുറകെ നോക്കിപ്പോയാൽ മതി. അതെ, ഇപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് വന്ന് തുടങ്ങിയിട്ട് ഒരു 1/2 മണിക്കൂർ ആവുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്ന് മോഡ് മീൻസ് വണ്ടി എടുക്കാൻ കുറച്ച് നൂലാമാലകൾ
അതെ, നൂലാമാലകൾ മീൻസ് ഞങ്ങളൊരു അറൗണ്ട് ഒരു 1.5 മണിക്കൂർ അല്ലെ 1.5 അവർ ഞങ്ങൾ അവിടെ ആ ഷോപ്പിൽ വണ്ടി എടുക്കാൻ നിന്നിട്ട് സ്പെൻഡ് ചെയ്തു. അതെ, കാരണം പക്ഷെ അതവർ മെൻഷനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് തന്നെ അവർക്ക് പേയ്മെൻറ്റ് വേണം. അവർ ഹോൾഡ് ചെയ്യുന്നത് മാത്രമല്ല, അല്ലാതെയും വേണം. അപ്പോൾ നമ്മുടെ ലിമിറ്റ് ആണെങ്കിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്തായിരുന്നു. ഞാനത് പേ ചെയ്തായിരുന്നു, ക്രെഡിറ്റ് കാർഡിലേക്ക് പേയ്മെൻറ്റ് ചെയ്തായിരുന്നു. പക്ഷെ അത് ഈ സൺഡേ ആയതുകൊണ്ട് അതൊന്ന് പെൻഡിങ് കിടന്നു, പ്രൊസീഡ് ആയില്ല. അതുകൊണ്ട് ക്രെഡിറ്റ് എമൗണ്ട് കുറഞ്ഞായിരുന്നു. അതെ, പിന്നെ നമ്മൾ കസ്റ്റമർ കെയറിലൊക്കെ ബാക്ക്ലൈസിഡിൻ്റെ ആട്ടോ വേറെ നമ്മൾ ഫുൾ ഇൻഷുറൻസ് എടുത്തിട്ട് ഡെബിറ്റ് കാർഡ് തന്നെ യൂസ് ചെയ്ത് പേയ്മെൻറ്റ്. പക്ഷേ എന്ത് ചെയ്ത് ബാക്ക്ലൈസിൻ്റെ കസ്റ്റമർ കെയറിലേക്ക് ഇന്ന് സൺഡേ ആണല്ലോ, കസ്റ്റമർ കെയറിലേക്ക് നമ്മൾ ചാറ്റ് ചെയ്തു. അവരൊന്നും ഭയങ്കര എന്താണ് ഒരു സർവീസൊന്നും അത്ര ഒരു ഭയങ്കര ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. ക്രെഡിറ്റ് കാർഡ് എന്തായാലും മാറ്റണം അല്ലേ? ക്രെഡിറ്റ് കാർഡ് മാറ്റണം. ഇത് ബാർക്ലേസ് കുറേ വട്ടമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത്. നമ്മളെന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും നമുക്കിപ്പോൾ അപ്പോഴും തന്നെ പേയ്മെൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കുറേ ടൈം എടുത്തിട്ട് അത് ആഡ് ആവുള്ളൂ. ഞാൻ മുമ്പ് യൂസ് ചെയ്തിരുന്ന ദുബായിലൊക്കെ യൂസ് ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ് എമിറേറ്റ്സ് വേറെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇവിടെ UK. വേറെ എന്നാ അമേരിക്കൻ എക്സ്പ്രസ് ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. വേറെ എടുത്ത് നോക്കണം. ഓക്കെ, എനിവേ അങ്ങനെയായിരുന്നു ഇതുവരെയുള്ള സ്റ്റോറി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ ഇവിടുന്ന് വേറെ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ പോകുന്നത്? അൽബേനിയയിൽ കേബിൾ കാർ അല്ലേ? കേബിൾ കാർ ട്രൈ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോകുള്ളൂ. പിന്നെ ഇവിടുത്തെ കറൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ് കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലെ. അതായത് നമ്മൾ പൗണ്ടിന് എങ്ങനെയാണോ നാട്ടിൽ കൺവേർട്ട് ചെയ്യുന്ന റുപ്പീസിൽ, അതേപോലെ ഏകദേശം അതേ വാല്യൂ ആയതുകൊണ്ട് എമൗണ്ടൊക്കെ. പക്ഷേ ഒരു പോയിന്റ് ഇടുന്നതിലൊക്കെ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. പക്ഷെ പെട്ടെന്ന് നമുക്കത് ക്യാച്ച് ആയിട്ടൊരു കുറച്ച് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാവുന്നുണ്ട്. ഞങ്ങളിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭാഷയൊന്നും അറിയില്ല, ഇംഗ്ലീഷൊന്നും അറിയില്ല അവർക്ക്. അങ്ങനെ ഞങ്ങൾ എന്തായാലും തപ്പിപ്പിടിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. വരുമ്പോൾ അറിയാം അതെന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് ഒരു പിടിയില്ല. ഇവർ പക്ഷേ ലൈവായിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ മീറ്റും എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവരെടുത്തിട്ട് ലൈവായിട്ട് അവരെടുത്ത് ഗ്രാം വേ ചെയ്തിട്ട് അതവിടെ കുക്ക് ചെയ്താണ് തരുന്നത്. അവിടെ അകത്തെ കിച്ചൺ ഏരിയ. ലെറ്റ്സി എന്താണ് ഓർഡർ ചെയ്ത സാധനം എന്താണെന്ന് വരുമ്പോൾ അറിയാം. നോക്കാം എന്തായാലും. ഇസു ഉറങ്ങും കേട്ടോ. ഇസു നല്ല വിയർത്ത്, നല്ല ടയേർഡ് മീൻസ് നല്ല വിയർപ്പുണ്ട് അവളുടെ ഇതിൽ, തലയെല്ലാം നല്ല വിയർത്ത് നോക്ക്. നല്ല ഉറക്കം ആശാട്ടി. ഉറക്കം അത്ര കിട്ടിയില്ലല്ലോ, 3 മണിക്കൂർ എങ്ങനെ ഉറങ്ങിയിട്ടുള്ളൂ. ഫ്ലൈറ്റ് മൊത്തത്തിൽ രാത്രി ഫ്ലൈറ്റും എല്ലാം കൂടെ അവള്. സന്തോഷം. ഇസു ഫുഡ് കഴിക്കേണ്ട ഓൾ സെറ്റാണ്. ഈ സീസർ സാലഡ് വന്ന് കണ്ടപ്പോൾ ഇസ് ദ ഹാപ്പി. വീട്ടിൽ തന്നെ പൈസ എടുക്കാം. ബ്രെഡാട്ടോ പറഞ്ഞ ബീഫും സീസർ സാലഡും ബ്രെഡും. പക്ഷെ ബീഫ് ഫുള്ളി കുക്ക് ആയില്ല, ഒട്ടും നമ്മുടെ ഇതായിട്ടില്ല. അപ്പോൾ അവരോട് ചോദിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. സീസർ സാലഡും അതുപോലെ തന്നെ ബീഫ് സ്റ്റീക്ക് ഗ്രിൽഡ് കറക്റ്റ് സ്റ്റീക്കല്ല, ആക്ച്വലി ഗ്രിൽഡാണ്. ഭയങ്കര ടേസ്റ്റ്. എനിക്ക് ആക്ച്വലി ഒരു നൊസ്റ്റാൾജി കിട്ടുന്ന ഈ ടേസ്റ്റ്. എൻ്റെ ഉമ്മയുടെ ഉമ്മ ബീഫ് പെരുന്നാളിനൊക്കെ ബീഫ് വാങ്ങുമ്പോഴത്തേന് അടുപ്പിലിട്ടിട്ട് ചുട്ടിട്ട് തരുന്ന ഒരു ഇതുണ്ട്. ആ ഒരു ഇത് കഴിച്ചപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിക് ഫീൽ എനിക്ക് ഉണ്ടായിരുന്നു. സ്റ്റീക്ക് അല്ല ചുട്ട, അതാ പറഞ്ഞത്. പ്രോപ്പർ അങ്ങനെ ഗ്രില്ലിലല്ലാതെ മറ്റേ ചുട്ട നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ ഇല്ല. അതെ, പക്ഷേ ഇത് മക്കൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഭയങ്കര ഹാർഡാട്ടോ അവർക്ക് കഴിക്കാനായിട്ട്. കുറച്ച് ചുയി ടെക്സ്ചർ ആയതുകൊണ്ട് അവർക്ക് കുറച്ച് പാടായിരിക്കും. നല്ല ടേസ്റ്റ് നോക്കണ്ടോ എന്നുവെച്ചാൽ നല്ല ബലം കൊടുത്ത്. ഓക്കെ, വെള്ളം കുടിക്കും. വാട്ടർ. കിസു ഈ ഗ്രേപ്സ് ആട്ടോ കഴിച്ചത്. ഓക്കെ, യെസ്
ഗ്രേപ്സ്. എത്ര ഗ്രേപ്സ് കഴിച്ച്? ഒരു 250 ഗ്രാം കഴിച്ചു കാണുമല്ലേ? ഓക്കെ ആണോ മോളെ? ചെമച്ചാലെന്ത്? പാലൊന്നും കൊടുക്കല്ലേ? ആ ഉമ്മിക്കാണ് തരുമോ? നമ്മൾ ഈ ഷോപ്പാണെങ്കിൽ എങ്ങനെയാണ് മീൻസ് ടൂറിസ്റ്റ് പ്ലേസിൽ നിന്നൊക്കെ മാറി കൺട്രി സൈഡ് നോക്കി വന്നിട്ട് ഇവിടെ കയറിയിട്ട് ഒറ്റ മനുഷ്യർക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഗൂഗിൾ ലൈൻസ് ഉള്ളത് കേട്ടോ. ശരി കേട്ടോ, അങ്ങനെ ഒരു ഇതുണ്ട്. നീ എന്താ കഴിച്ച്? എങ്ങനെയുണ്ട് അൽബേനി? കാണാ ഇസു, ഇഷു ക്യാറ്റിനെ കണ്ടോ? ഇഷു ക്യാറ്റിനെ കണ്ടോ? ഇനി കാർ സീറ്റ് ഇരിക്കാം. ബാ. Come on. Yes, ഇസു. അടുക്കിരിക്കുന്നതുകൊണ്ടാണ് അതിന്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായ കേബിൾ കാറിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെ, ഡജ്റ്റി എക്സ്പ്രസ് അല്ലേ? നമ്മളിതാ കേബിൾ കാറിൽ കയറാനായിട്ട് ഡജ്ക്കി എക്സ്പ്രസ്. ഇസു റെഡി? ഇസു ഓൾ സെറ്റ് ആണ് ഇസു. അഡ്വഞ്ചർ ട്രിപ്പിന് റെഡി ആയിട്ട് ഇവിടെ ഒരാളുണ്ടോ? ഇവിടെ ഒരാൾ റെഡിയായി. കുറച്ച് ഗ്രേപ്സ് മാത്രം കഴിച്ചിട്ടുണ്ട്. പക്ഷേ 1 2 3 സ്റ്റാർട്ടാ. ഓക്കെ ഉമ്മച്ചി സെറ്റാണോ ഉമ്മ? നോക്കട്ടെ. ഉമ്മച്ചിക്ക് കുറച്ച് പേടിയുണ്ട്. ഉമ്മ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ വണ്ടിയിലൊക്കെ ഇരിക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് പേടിക്കാനുള്ള പരിപാടിയൊന്നും ഇല്ല, പോയി നോക്കാം. നല്ല ഒടുക്കത്തെ വെയിലാണ് കേട്ടോ. നല്ല വെതറാ, പക്ഷെ നല്ല വെയിലുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് മേളിൽ പോയിട്ട് അവിടെ നിന്ന് കയറിയിട്ട് നമ്മൾ റിട്ടേണാണ് എടുക്കുന്നത്. അപ്പോൾ പോയിട്ട് ഈശത്തെ കാപ്പി വിളിക്കുന്നു. നമ്മൾ ടിക്കറ്റ് കിട്ടി കേട്ടോ. ഇത് ഒരെണ്ണം 1500 ഓക്കെ ഓക്കെ ഓക്കെ, ഒരെണ്ണം 1500 അപ്പ് ആൻഡ് ഡൗൺ ആണ്. പിന്നെ ഇവിടെ നിന്ന് കാർഡ് എടുക്കൂല കേട്ടോ. ഇവിടെ കാർഡ് എടുക്കുന്നില്ല, ക്യാഷ് മാത്രം. ഇവിടെയും കാർഡ് എടുക്കുമല്ലോ കേട്ടോ. ഇവിടെയും ക്യാഷാണ് എടുത്തിട്ടുള്ളൂ. അപ്പം ഇതുവരെ നമ്മൾ കയറി മിക്കുള്ള സ്ഥലത്തും ക്യാഷ് മാത്രമാണ് കേട്ടോ എടുക്കുന്നത്, എവിടെയും കാർഡ് എടുക്കുന്നില്ല. ഇസു എവിടെ ഓടിക്കളഞ്ഞ? ഇസു ഒരൊറ്റ ഓട്ടം. ഏ 1 2 3 4 5 തളർന്നല്ലേ, ക്ഷീണിച്ചത്. ആദ്യത്തെ സ്റ്റെപ്പിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് കയറ്റും കേട്ടോ, അപ്പൊ കൊണ്ട് കുഴപ്പമില്ല. When you get in, mind your baby's head. Lower it. Okay, thank you. Okay, thank you. Yes, please, madam. Go. Bye. തള്ളിയാ മതി. താങ്ക് യു. കയറ് ഉമ്മച്ചി കയറാ ആദ്യം. കയറിക്കോ പെട്ടെന്ന് കയറ്. വാ, ഇത് എവിടെയാ? ഇസുവിന്റെ ഫസ്റ്റ് എന്തുവാ ഇത്? കേബിൾ കാർ ആണല്ലോ ഇസുവിന്റെ ഫസ്റ്റ് കേബിൾ കാർ ഡ്രൈവ് ആണല്ലോ ഇസു. ലണ്ടനിൽ കയറിയിട്ടുണ്ട്, പക്ഷേ കേബിൾ കാർ ഫസ്റ്റ് ടൈം. അതെ ഇസു, are you excited? Is this your first? 6:30 മുമ്പ് വരാൻ നോക്കണം കേട്ടോ. 6:30 ലാസ്റ്റ്. ഓക്കെ വാ ഉമ്മച്ചി വായോ. ഉമ്മച്ചി ഉണ്ട് ഇവിടെ, എല്ലാരും ഉണ്ട്. പേടിയായ എനിക്ക് സത്യമായിട്ടും ഇപ്പൊ തോന്നുന്നില്ല. യൂഷ്വലി എനിക്ക് ഇതിലൊക്കെ പേടിയുള്ള ആളാ കേട്ടോ. അങ്ങോട്ട് പോകുമ്പോ എന്താണെന്ന് അറിയില്ല. ഞാൻ ഷാനുവിന്റെ കൊടുക്കാൻ ഷൂട്ട് ചെയ്യും. അതും ഇത് സ്പീഡിലാണ് പോകുന്നത്. കൊച്ചിനെ പിടിച്ചോ. താഴോട്ട് നോക്കാതെ ഇരിക്കുന്നുണ്ടോ? താഴോട്ട് നോക്കുക. എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര പേടിയുള്ള സാധനം. സത്യമായിട്ട് തന്നെ എനിക്ക് ഞാൻ അവിടെ കേറിയപ്പോ കുഴപ്പമില്ല. ഇത് ചിരിച്ചോണ്ടിരിക്കുന്ന ഷോട്ടിയാ
എടാ കൊച്ചിനെ ഇങ്ങോട്ട് പിടിച്ചു വെക്കടാ. എടാ അവളെ പിടിക്കടാ. ഞാൻ നോക്കുന്നു, നിനക്ക് വല്ലോ. ബാക്കിലോട്ട് നോക്കുന്നോ, അത് വരുന്നുണ്ടോ? എടാ ഇവളെ പിടിച്ചോട്ടാ. ചുമ്മാ പറ്റിക്കുന്നേ. ഓ അൽബിനി ഫുള്ള് കാണാൻ കേട്ടോ. അവിടെ ബാക്കിൽ കണ്ടേ ഫുള്ള് കാണാം. ഇവിടെ നല്ല വ്യൂ ഉണ്ട്. മോഡേൺ ബിൽഡിങ്സ് ഒക്കെ നല്ല എന്തോ എനിക്കെന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നുമില്ല, സൂപ്പറാ സൂപ്പർ. അതല്ലേ എന്നൊക്കെ ചിരിക്കുന്ന 15 മിനിറ്റ് മറ്റോ ഉണ്ടെന്നോ ഇങ്ങനെ മേലോട്ട്. 15 മിനിറ്റ് മേളിലേക്ക് പോണോന്ന് മനസ്സിലാക്കണം. എത്ര പോണം മക്കൾ ഇവിടെ അപ്പൊ ഉമ്മക്കിട്ട് പേടി പറയും. മേളിലേക്ക് അവിടെ വെയിലുണ്ടോ? ഓക്കെ ആ 2 മല അത് കാണാൻ ഏറ്റവും മേളിൽ ഏറ്റവും ടോപ്പിൽ അവിടെ എത്തും. ഒന്നും മിണ്ടായിരുന്നാണ് ഷാനു. എനിക്ക് ഇത് കേറണ്ടായിരുന്നു വെറുതെ. മീൻ പിടിക്കുന്ന ഫിഷിങ് ചെയ്യുന്ന അതോ അവിടെ തേങ്കൂട് പോലത്തെ സെറ്റപ്പ് ഉണ്ടോ? തേങ്കൂട് പോലെ അവിടെ എത്ര ലോങ് വന്നെന്ന് അറിയുന്നുണ്ടോ? അങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. തിരാന അവിടെ തിരാന നോക്കൂ. അത് വെയിലാണ്ട് കാണാൻ പറ്റുന്നില്ല. മൗണ്ടൈന്റെ മേലെത്തിയേസു ഒരു പേടിയില്ലാത്തൊരു കൊച്ചി ഇറക്കി വിട്ടങ്ങ് പോവും. ഇത് കുറച്ച് കുത്തനെയും കയറും അല്ലേ? ഇഷു നമ്മൾ അവിടെ നിന്നാ വന്നേ. I'm so proud of you, Isu. You're so strong. I'm so proud of you, Isu. അല്ലാഹുവേ അങ്ങോട്ട് നോക്കിയേ. നോക്കരുത് അങ്ങോട്ട്. സൂപ്പറാ. ഇത് ഫ്ലൈറ്റിൽ പോകുന്ന പോലത്തെ വ്യൂ ആയല്ലോ. തിരാന കാണാൻ കേട്ടോ അവിടുന്ന്. കുറച്ച് സ്പീഡ് കൂടി. ഇനി കുഴപ്പമില്ല, ഇനി കുറച്ച് സ്ട്രൈറ്റ് ആയിട്ട് പോകണം. നോക്ക് അങ്ങോട്ട് നോക്ക്. താഴെ ഒരുപാട് ഒലീവ്സിന്റെ മരങ്ങളുണ്ട്. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നന്നായിട്ട്. ഷേക്കിനും ഉണ്ട്, അതുപോലെ ഓറഞ്ചസ് ആപ്പിളും ഒക്കെ കാണുന്നുണ്ട്. എനിക്ക് എൻ്റെ ഒരു ഭയങ്കര എന്താ പറയുക, നെഗറ്റീവ് എന്ന് ഞാൻ പറയൂല, ഒരു വീക്ക് പോയിന്റ് ഹൈറ്റ്. എനിക്ക് ഭയങ്കര പേടിയാണ്. ഈവൻ സ്കൈ വീൽ വരെ പേടിയാണ്. അപ്പോഴത്തേനും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ബാക്കി ആർക്കും പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് നല്ല നല്ല പേടിയാട്ടോ ഹൈറ്റ്. എനിവേ അതിനും വേണ്ടി ഇതാ ഇവിടെ വേണം. ഇതിന് മനസ്സിലാവാഞ്ഞിട്ടാണ്, പേടി ഇല്ലാഞ്ഞിട്ടാണ്. എന്തിനൊക്കെ ആ സൈഡിൽ വെയിലില്ലേ? വെയിലുണ്ട്. എന്നോട് എല്ലാം നല്ല വെയിൽ. ഈ സൈഡിൽ എന്റെ മുതുകത്തിൽ നല്ല വെയിലടിക്കുന്നു. പക്ഷെ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. ഞാൻ സാധാരണ ഇല്ല കേറൂല എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒഴിവാകുന്നത്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ച ഒരു മറ്റേ ഓട്ടോയില് കേറിയിട്ടുണ്ട്, അതുപോലെ ആയിരിക്കും. ഇതിന്റെ വീഡിയോ കണ്ടിരുന്നെങ്കിൽ ഞാൻ കേറൂലായിരുന്നു, ഉറപ്പാ. ഇത് വീണ്ടും അങ്ങ് പോവല്ലേ? Oh my God. ഇനി ഈ ഒരു മല കയറുന്നു. ഈ മലയുടെ കുത്തനെയുള്ള ഒരു മലയാണ്. ഇത് എങ്ങനെ ഈ കേബിൾ കാർ സെറ്റപ്പ് ചെയ്തതാണ് ഞാൻ അറിയുന്നത്. എന്നിട്ട് അവിടെ ഒരു വീട് കണ്ടോ? ഈ മലയുടെ താഴെ ഒരു വീട് കണ്ടോ? ഇതുണ്ടോ? ആ ഒരു ഒറ്റപ്പെട്ട വീട് മാത്രല്ലേ? ഒരു കുടിലൊന്നും അല്ല, ആ ഓടിട്ട വീട്. ഇതുണ്ടോ? ഇവള് വിയർക്കുന്നുണ്ടെന്നല്ലേ. നമ്മുടെ നാട്ടിലെ മുമ്പ് ഈ മദാമ്മമാരൊക്കെ വരുമ്പോഴത്തേനെ ഞാൻ ആലോചിക്കുമായിരുന്നു, ഇവര് ഈ എന്താണ് ചെറിയ ഡ്രസ്സൊക്കെ ഇടുന്നത്. ഇപ്പൊ ഇതാ ഈ പിള്ളേർ ഇവിടെ ജനിച്ചതിന് ശേഷം അത് മനസ്സിലാവുന്നത്. നല്ല ചൂടത്ത് ഇപ്രാവശ്യത്തെ സമ്മറും അവിടെ ലണ്ടനിൽ അത്ര കടുത്തില്ല. ഈ ചൂടത്ത് ഞാൻ ഒരുപാട് നല്ല ഡ്രസ്സൊക്കെ കൊണ്ടുവന്നു. ഇനിയിപ്പോ 1 പീസ് ഡ്രസ്സൊക്കെ ഇടല് നടക്കുള്ളൂ ഹോൾ ട്രിപ്പ് മിക്കവാറും. നോക്കിയടാ, സൂപ്പർ സൂപ്പർ സൂപ്പറാ.
ഓസോ സൂപ്പറാ. ആ തുമ്പിൽ അവിടെ സൈഡിൽ നിൽക്കില്ല. കൂളായിട്ട് കൂളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. സൂപ്പറാ. അവിടെ എന്തോ കാണാൻ പോയതാ നീ? സൂപ്പറാ. എന്തോ എടുത്തടാ, എടുത്ത് കണ്ടോ? നീ കണ്ടോ? ഞാൻ എനിക്ക് നോക്കാൻ വയ്യ. ഒരു രക്ഷയില്ലാത്ത ഹൈറ്റ് ആയിരുന്നു കേട്ടോ. അത് പറയാൻ പറ്റത്തില്ല അത്ര. അത് അതിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ട്, അത് കാണിച്ചു തരാം. തിരിച്ചിനി പോകാൻ എങ്ങനെയാണെന്ന് എനിക്ക് ആലോചിച്ചിട്ടൊരു നല്ല പേടി. ഹായ്, ഇവിടെ നമുക്ക് വന്നിട്ട് 6:30-ക്കാണ് ലാസ്റ്റ് ഇതുള്ളത്, കേബിൾ കാർ ഉള്ളത്. അപ്പം അതിന് മുന്നേ നമ്മൾ പോകണം. ടൈമിംഗ് ഡിഫറെന്റ് ആയിരിക്കും. വീക്കെൻഡും വീക്ക്ഡേയ്സും നേരത്തെ ക്ലോസ് ചെയ്യും. ഓക്കെ, അറിയില്ല എങ്ങനെയാന്ന്. ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ വന്ന് കേബിൾ കാറിൽ വന്ന് ഇവിടെയൊക്കെ ഇതെന്ന് വെച്ചാൽ മൗണ്ടൈൻ്റെ എങ്കിൽ ലാസ്റ്റ് ഒരുപാട് മൗണ്ടൈൻസ് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഇവിടെയാണ് എത്തിയത്. ഇനി ഇവിടെ ഒരുപാട് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് കേബിൾ കാറിൽ തിരിച്ച് നമ്മൾ വന്നെടുത്ത് പോകാം കേട്ടോ. ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരു മസ്റ്റ് ട്രൈ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അത് പേടി മിക്കുള്ളവർക്കും ഇത് പേടി ഉണ്ടാവില്ല, എനിക്കാണ് ഉള്ളത്. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ട്രൈ. ഞാൻ കണ്ണടച്ചിരുന്നു. എനിക്ക് തിരിച്ചു പോകുമ്പോൾ ഇനി എങ്ങനെയാണോ ഇസു ഫുൾ എൻജോയ്മെൻറ്റ് മോഡാട്ടോ. അത് കാണിച്ചതോ, അത് നോക്കുന്നു, അത് പോയി ഹായ് ഒക്കെ പറയുന്നു. എന്നാ നോക്ക് ഇഷു കം ഓൺ. ഹോഴ്സിനെ ബാബ വിളിക്കുന്ന പൊന്ന. ഇസു അതെന്തുവാ? ഇസു അതെന്തുവാ? ഇസു ഓ എന്തോക്കളെ അത്? ഇസു ഐസുവിന്റെ അടുത്ത് പെയിനിക്കേറി വരാൻ പറ. നല്ല വെയിൽ. ഇവിടെ കമ്പിളി ജാക്കറ്റ് ഒക്കെ എടുത്തോണ്ട് വരാൻ പോയ ആളുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇവിടെ ഇഷ്ടപ്പെട്ടോ? എന്തോ ഓക്കെ. വീട് തടുക്കിരിക്കണം. സിറ്റി നമ്മൾ വന്ന വഴി തിരിച്ചു പോകുക ആണോ ഇസു? അങ്ങനെ തിരിച്ച് ഞങ്ങൾ വന്നിട്ട് തിരിച്ച് ഇപ്പം ഞാൻ ഓക്കെയാണ് കേട്ടോ. കുറച്ച് കൂളാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്താണെന്ന് അറിയില്ല. കാരണം ഇവിടെ എന്താ എടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എടുത്ത് തുടങ്ങുന്നേ ഉള്ളൂ. അല്ലോ പിടിച്ചേ. നോക്ക്, എന്തിനു നോക്ക്. അയ്യോ ഉമ്മച്ചി, അയ്യോ എനിക്ക് പറ്റൂല. താഴോട്ട് നോക്കാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുമെന്തോ? ഞാൻ നിങ്ങൾക്ക് കാണിച്ചാല് കണ്ടോ? അത് ഇത്രയും ഒരു ഇത് അങ്ങ് ഡീപ്പിലാണ് അതുള്ളത്. എത്ര അടിയാന്നുള്ളത് ഞാൻ താഴെ ചെന്നിട്ട് ഗൂഗിള് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. കാരണം എനിക്ക് ഇതൊന്ന് താഴെ ചെന്നിട്ടേ ഒരു സമാധാനം കിട്ടുള്ളൂ ഇതെല്ലാം ഒന്ന് നോക്കാനായിട്ട്. ഒന്നുമില്ല, കാലെവിടെ? ഇസു ഇഷ്ടപ്പെട്ട? ഇസു എൻജോയ് ചെയ്തോ? എങ്ങനെ പിടിച്ചു ഇതെല്ലാം പാറ കണ്ട. അങ്ങനെ ഞങ്ങളിതാ കേബിൾ കാറിൽ നിന്നൊക്കെ ഇറങ്ങി. ഇപ്പോൾ അറൗണ്ട് ഒരു 15 to 20 minutes ആയിട്ട് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക്, അക്കോമഡേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈസോവും വെച്ച് നല്ല ഉറക്കമായി കേട്ടോ. ഇതിനിടയിൽ ഈസോ ഒന്ന് നന്നായിട്ട് കരഞ്ഞു. അപ്പോഴത്തേന് ഞങ്ങൾ പിന്നെ ഒരു സ്ഥലത്ത് നിർത്തി പാലൊക്കെ വാങ്ങി ബോട്ടിലാക്കി ഒക്കെ കൊടുത്തു. പക്ഷെ അവൾ കുടിച്ചില്ല. ചൂടാക്കാനായിട്ട് വേറെ ഒരു വഴിയില്ല. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ മനോഹരമായ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ പോകുന്ന വഴിയിലൊക്കെ. അതായത് മൗണ്ടെയ്ൻസും ഗ്രീനറിയും ഭയങ്കര ഒരു റിഫ്രഷിങ് അല്ലേ, ഒരു റിഫ്രഷിങ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ജേണി. ഭയങ്കര രസമുണ്ട്. അവിടെ നമ്മളെ കേബിൾ കാറിൽ കയറി അപ്പോഴും നല്ല വെയിലായിരുന്നു. അവിടെ എല്ലാം ഭയങ്കര വെയിൽ. ഇപ്പോൾ ഒന്ന് വെയിൽ കാണുന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്ന് സണ്ണയ്ക്ക് ഒന്ന് ഇതായി. രസമുണ്ട്, ഭയങ്കര രസമുണ്ട്. ഇപ്പം ഞാനൊരു 10 മിനിറ്റ് ഒരു നാപ്പ് എടുക്കട്ടെ. ഷാനു ഡ്രൈവ് ചെയ്യുന്നു. എന്നിട്ട് ഇനി സ്പാളിൽ കയറണം. കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ടേ? എന്ത് വാങ്ങട്ടെ നമുക്ക്?
എന്തെങ്കിലും നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. മുട്ട അങ്ങനെയൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ മുട്ടയോ പിന്നെ ഈസോന് പാല് മേടിച്ച് നമ്മൾ ഓൾറെഡി മേടിച്ച് വാങ്ങി. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, കുറച്ച് റൈസ്, ഞാൻ എഗ്ഗും കുറച്ച് റൈസ് ഒക്കെ വാങ്ങണം. കാരണം ബോയിൽ ചെയ്ത് ഈസു അങ്ങനെ കൈയായിട്ടൊന്നും കഴിച്ചിട്ടില്ല. യോഗേട്ടൊക്കെ ഒന്ന് വാങ്ങണം. അപ്പം മിക്കവാറും ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു സ്പാറിലൊന്ന് നിർത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്പാറിൽ നിർത്തി വേണ്ട കുറച്ച് ഏഷ്യൻ ഐറ്റംസ് ഒക്കെ എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതൊക്കെ ഒന്ന് ഷോപ്പ് ചെയ്ത് ബാക്കപ്പായിട്ട് വെച്ചേക്കണം. എന്തായാലും നമ്മൾ ഒരാഴ്ചയുണ്ട് ഇവിടെ, അപ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. അങ്ങനെ നീണ്ട ഒരു 2.5 hours ജേണിക്ക് ശേഷം ഞങ്ങൾ തിരാനയിൽ നിന്ന് ബറാത്ത് എന്ന് പറഞ്ഞൊരു ലൊക്കേഷനിലേക്ക് എത്തി. ഭയങ്കര അഡ്വഞ്ചറസ് ആയിരുന്നു ഡ്രൈവ്, നൈറ്റ് ഡ്രൈവ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഇപ്പോൾ ഒരു 8 o'clock 8:15 ആയപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി. ചെക്ക് ഇൻ ചെയ്തു. പിന്നെ ഇതിനാകെ കോള് മാറിയിരിക്കുക കേട്ടോ. അവളുടെ കാര്യങ്ങളൊന്നും മീൻസ് ഉറക്കം ശരിയായില്ല, ഫുഡ് ശരിയായില്ല. അപ്പോൾ അങ്ങനെ വന്നോടനെ എഗ്ഗ് ബോയിൽ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇനി പെട്ടെന്ന് കുറച്ച് എന്തെങ്കിലുമൊക്കെ അവളെ ഫുഡൊക്കെ കഴിപ്പിക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങളൊന്ന് പോയി ഫ്രഷ് ആവട്ടെ. ഫ്രഷ് ആയിട്ട് ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല ഇന്ന്, കാരണം ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ഇന്ന് ഒന്ന് നേരത്തെ കിടന്ന് ഉറങ്ങി നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. എന്നാലേ നാളെ ഫുൾ ഓൺ മോഡലിൽ കറങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ ബറാത്ത് നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റി. എന്താ അറിയാം ബറാത്തിനെ പറ്റിയിട്ട്? എന്താണ് ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്താണുള്ള? ബറാത്ത് എന്ന് പറഞ്ഞാൽ 1000 വിൻഡോസ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. 1000 വിൻഡോസാ? നമ്മളിങ്ങോട്ട് വരുമ്പോൾ കണ്ടില്ലേ ഫുള്ള് വിൻഡോസ്. ഓക്കെ, പക്ഷെ നൈറ്റ് നല്ല രസമായിരുന്നു കാണാൻ. നൈറ്റിൽ നല്ല വ്യൂ, നല്ല ലൈറ്റിങ്സും പിന്നെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു അവിടെ ക്രോസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു ഹോം ഹായ് ഇസുദാ ചൂടെടുത്ത് ഉടുപ്പൊക്കെ ഊരി ഇവിടെ നടന്നപ്പോൾ ഇവിടെ കുറച്ച് സമാധാനമാവുന്നുണ്ട് ഇസുവിന്. ഇസു യു ഓക്കെ മിഗേൾ? യു ഓക്കെ ഇജുമുത്ത? ഞങ്ങളിതാ ഇവിടെ ഫ്രഷൊക്കെ ആയിട്ട് നിന്നപ്പോൾ ഇസുവിനൊരു ഫ്രണ്ടിനെ കിട്ടി. ഇസുവിനൊരു ഫ്രണ്ടിനെ കിട്ടി. ഇസു കഴിച്ച എഗ്ഗിന്റെ മഞ്ഞയൊക്കെ കൊണ്ട് കൊടുക്കുക. ആരെ ഇസു ഇഷ്ടപ്പെട്ടോ നിനക്ക്? പൂജനെ ഇഷ്ടപ്പെട്ടോ? ഫ്രണ്ടാ നിന്റെ? ഫ്രണ്ടാണോ? ഫ്രണ്ടാ? ഇസുവിന്റെ ഫ്രണ്ടാ? അതാ ഞാൻ പറഞ്ഞത്. ഇനി ഒരുപാട് കളിക്കാൻ ചെന്നാ കണ്ടാ പേടിച്ചാ. അതാ ഞാൻ പറഞ്ഞത്. പൂജേ എന്നെ പൂച്ച വന്ന് അള്ളിയാലേ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എനിക്ക് വയ്യ. എത്ര ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് അറിയാമോ? അവൻ മക്കൾ അവിടെ പോയി മുച്ചിയുടെ അടുത്ത് ഇരി. ചെല്ലി ഗോ പാവം പൂച്ച. ആള് ഫ്രണ്ടിന് വന്നല്ലോ ഇസു. ഞങ്ങള് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സ് മാറിയിട്ട് ഇവിടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞില്ലേ ബറാത്തിൽ സിറ്റി ഓഫ് 1000 വിൻഡോസ് എന്ന് പറഞ്ഞിട്ട് അതൊന്ന് നൈറ്റ് വ്യൂ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ ഒരു പൂച്ച ഉണ്ട് കേട്ടോ, ഞാൻ നേരത്തെ കാണിച്ചില്ലേ. ആ പൂച്ച കുറച്ച് കുഴപ്പക്കാരനാണ്. എൻ്റെ ഷൂവിൻ്റെ വള്ളിയൊക്കെ കെട്ടുമ്പോൾ ഓടി വരുന്നുണ്ടായിരുന്നു. ഇസു പേടിച്ച് ഇവിടെ ഉമ്മച്ചിയുടെ മേലെ കയറിയിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പറ. അപ്പോൾ നമ്മളെന്താ പരിപാടി? നമ്മൾ വെറുതെ നടക്കാനിറങ്ങാം. അതെ, നമ്മൾ വെറുതെ ഒന്ന് നടക്കാനിറങ്ങാം. ആ സിറ്റി ഓഫ് 1000 വിൻഡോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നൈറ്റ് വ്യൂ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടുന്ന് 5 minutes ഉള്ളൂ ഡ്രൈവ് അല്ലേ? 5 minutes ഡ്രൈവിലാണ്. അപ്പോഴത്തേന് അതൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. മെയിൻ കാര്യം നാളെ നൈറ്റ് നമ്മളിവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത് കണ്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു നൈറ്റ് വ്യൂ മിസ്സാവും. അപ്പോൾ ഒന്ന് പെട്ടെന്ന് കണ്ട് ഒരു 1/2 hour കണ്ടിട്ട് തിരിച്ചു വന്ന് കിടന്ന് ഉറങ്ങണം. കാരണം ഞങ്ങൾ ഇന്നലെ രാത്രി തൊട്ട് ഉറങ്ങിയിട്ടില്ല. നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ 5 minutes ഉള്ളൂ കേട്ടോ. ദൂരെ നിങ്ങൾ കാണുന്ന കുറച്ച് നല്ല ലൈറ്റ്സ് ഒക്കെ ആയിട്ട് അവിടെയാണ് കേട്ടോ സംഭവം. അപ്പം ഞങ്ങളതാ ഇവിടെ നിന്ന് ഇറങ്ങി. ടൗൺ ഓർ സിറ്റി ഓഫ് 1000 വിൻഡോസ് എനിവേ എന്തായാലും പറയാം. അപ്പോൾ പോയി അതിൻ്റെ ബ്യൂട്ടിഫുൾ വ്യൂ ഇങ്ങോട്ട് വന്നാൽ ഭയങ്കര രസമുണ്ടായിരുന്നു. ഓക്കെ, നൈറ്റ് വ്യൂ എന്തായാലും നോക്കട്ടെ. നൈറ്റ് വ്യൂ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പോയി കറക്റ്റ് ഒന്ന് അവിടെ ഇറങ്ങി നല്ലതായിട്ട് നോക്കുമ്പോഴേ അറിയുള്ളൂ. അന്നൊരു ഡേ വ്യൂ കാണിക്കാം കേട്ടോ. നാളെ നമ്മൾ എന്തായാലും വരുന്നുണ്ട്, അപ്പോഴതും കാണിക്കാം. ഇസു ആലോചിക്കുക, ഈ ഉറങ്ങാനുള്ള സമയത്ത് ഉമ്മി ഐഷുവാ ഐഷു
ഞങ്ങൾ ജസ്റ്റ് ഇതാ ഇതൊന്ന് കാണാനായിട്ട് വന്നതാ. രസമുണ്ട്, നൈറ്റ് വ്യൂ, നല്ല ലൈറ്റ്സും പിന്നെ ആ വിൻഡോസൊക്കെ കാണാൻ രസമുണ്ട്. പക്ഷെ മോർണിംഗ് വ്യൂ ആയിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഭംഗി. നാളെ വന്ന് നോക്കാം എന്തായാലും. എങ്ങനെയുണ്ട് സൂപ്പറാ? ഇവിടെയുണ്ട് ബ്രിഡ്ജിൽ നമുക്ക് ഈ ബ്രിഡ്ജിൽ ഇങ്ങനെ നടന്നിട്ട് ഇതാ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോവാം. അവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് പബ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴും പാർട്ടീസൊക്കെ നടക്കുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട് നന്നായിട്ട്. ഞങ്ങളെല്ലാവരും നല്ല ടയേർഡാണ്. ഇനി ഞങ്ങളെല്ലാവരും പോയി ഫ്ലൈറ്റിൽ ഉറങ്ങാൻ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല, പിന്നെ നൈറ്റ് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് നല്ല വെയിലുമായിരുന്നു അല്ലേ, നല്ല ചൂടായിരുന്നു. ഇവര് നല്ല ജാക്കറ്റൊക്കെ എടുത്ത് വന്നിട്ട് വണ്ടിയുടെ ബാക്കിൽ ഇട്ട്. അത് ശരിയാ. അപ്പോൾ ഞങ്ങൾ കിടന്ന് നല്ലൊരു ഉറക്കം ഇറങ്ങട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ. അതെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.